അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്കെല്ലാം തന്നെ വൃത്തിയാക്കി എടുക്കണം. എല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് കഴുകേണ്ട പാത്രങ്ങളൊക്കെ കഴുകി ഈ കിച്ചൺ സ്ലാബൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാം അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് നീറ്റാക്കണം. ഇപ്പോൾ ഡിഷ് വാഷറിൽ വയ്ക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ കഴുകാനായി വെച്ചിട്ടുണ്ട്. സിങ്കിൽ നമുക്ക് കുറച്ച് ഡിഷ് വാഷർ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകാം. അപ്പോൾ സിങ്ക് നന്നായിട്ട് കഴുകി ഇപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യണം. കുറച്ച് ലിക്വിഡ് ഒഴിച്ച് സോഫ്റ്റായിട്ടുള്ള തുണിയോ എന്തെങ്കിലും വെച്ച് നനച്ച് നന്നായിട്ടൊന്ന് തേച്ച് എടുക്കാം. ഒരുപാട് സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ട് ഉരയ്ക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം നീറ്റാക്കി എല്ലാം വയ്ക്കേണ്ട സ്ഥാനത്തൊക്കെ വെച്ച് എല്ലാം തുടച്ച് നീറ്റാക്കി തറയുമൊക്കെ തുടച്ചു. ഇപ്പോൾ ഡിഷ് വാഷറിൽ വയ്ക്കാൻ പറ്റാത്ത വലിയ വലിയ പാത്രങ്ങൾ അതൊക്കെ കഴുകി സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ കുറച്ച് പറ്റുന്നുള്ളതൊക്കെ ഇതിൽ വെച്ചു. അപ്പോൾ ഡിഷ് വാഷറിൽ വെച്ച പാത്രങ്ങളും കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ്ങിൽ എപ്പോഴും ഈ ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ തുടച്ച് വൃത്തിയാക്കും. അത് ഉണങ്ങി പിടിക്കാനായിട്ട് ഇടാറില്ല. അപ്പോൾ വൃത്തിയാക്കും. ഈ ഒരു ക്ലോത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഇതിന് കേടുവരില്ല. അപ്പോൾ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ ഇവിടെ ആളുണ്ട്. മുറ്റമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കും. പിന്നെ ഈ ഇലകൾ കൊഴിയും. അത് വലിയ ഇലകളൊക്കെ ഞാനെടുത്ത് കളയും. ഡീറ്റെയിലായിട്ട് 1-2 ദിവസം വന്ന് വൃത്തിയാക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊഴിയുന്ന ഇലകളൊക്കെ എടുത്ത് കളയും. ഇന്നലെ ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പോയി. പുറത്തുനിന്ന് ജോലിക്ക് വന്ന ആൾ
അപ്പോൾ ഒരാഴ്ചയിലൊരിക്കൽ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റും. അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് നനച്ച് നല്ല വെയിലിലിട്ട് ഉണക്കിയെടുക്കും. ബെഡ്ഷീറ്റ്, തലയണ, ഔറ അതൊക്കെ വെയിലിലിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കൂടുതൽ വൃത്തി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മടക്കി അൽമാരയിൽ വയ്ക്കാം. എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അൽമാരയിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നനച്ച് ഇടാറുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച്ഡ് ബെഡ്ഷീറ്റാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. നമുക്ക് മാറ്റി വാഷ് ചെയ്യാനായി ഓരോ ആഴ്ചയും ഞാൻ ചെയ്യും. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നനച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കി ഇത് വിരിക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് വലയൊക്കെ അടിച്ച് ഫാനൊക്കെ ഒന്ന് പൊടി തട്ടിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് താഴെ നിന്ന് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്, താഴെ നിന്ന് തന്നെ ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളയാം. നമ്മൾ ഈ ബെഡിലും കവറൊക്കെ മാറ്റി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. മുറിയൊക്കെ നന്നായിട്ട് ഫാനൊക്കെ പൊടിയൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കി. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കവറിട്ട് കൊടുത്തു. ഇത് പില്ലോയ്ക്കൊക്കെ കവറിടും പോലെ ബെഡിന് കവറിടാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റാണ്. അതുപോലെ ഇങ്ങനെ അകത്ത് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു ബെഡിന് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതിൽ നേരത്തെ ഇട്ടിരുന്ന ഒരു കവറ് വാഷ് ചെയ്തിട്ടിട്ട് വേറൊരു കവറ് ഇട്ട് കൊടുത്തു. ഇത് ഓർഡിനറിയാണ്. ഇങ്ങനെ എല്ലാം നമ്മൾ അകത്തോട്ട് വലിച്ച് മടക്കി വെച്ച് കൊടുക്കണം. വെച്ചിട്ടിരിക്കുന്ന കവറുകൾ എടുത്ത് വാഷ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് വാഷ് ചെയ്യും. ഇത് വാഷിംഗ് മെഷീനിലിടില്ല, കാരണം ഇതൊരു തിന്നായിട്ടുള്ള ക്ലോത്ത്. ഇതിന് വാഷ് ചെയ്ത് കുറച്ച് വാഷിംഗ് പൗഡർ ഇട്ട് ബക്കറ്റിലിട്ട് കഴുകി ഉണക്കി എടുത്ത് നമ്മൾ വീണ്ടും ഇടും. വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ കുറേ സമയം ക്ലോത്തിന് കേട് വരും, കുറേ സമയം ഇട്ടാൽ. പിന്നെ ഈ വിളക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കെടുത്ത് തേച്ച് വയ്ക്കും.